ഹലോ, കൗണ്ടർ സിങ്ങും കൗണ്ടർ ബോറും റീം സ്പ്ലിറ്റ് ഫിറ്റ് സെഷനിലേക്കും സ്വാഗതം. നമുക്ക് ഈ സെഷനോട് കൂടി തുടങ്ങാം. ഇനി നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഡ്രോയിങ് അനുസരിച്ച് രേഖകൾ അടയാളപ്പെടുത്താൻ, ഹോളുകൾ, ഡ്രില്ല്, കൗണ്ടർ സിങ്ക്, കൗണ്ടർ ബോർ ആൻഡ് റീം ചെയ്യാൻ, വലിപ്പവും രൂപവും പൂർത്തിയാക്കി സ്പ്ലിറ്റ് ഫിറ്റ് ആക്കുവാൻ. നമുക്ക് ഹോളുകളെ ഡ്രില്ലിംഗ്, കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിങ്ങും റീമിങ്ങും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. 4 പ്രധാന ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തനമാണ് ഇത്. ഘട്ടം 1 വർക്ക് പീസ് തയ്യാറാക്കൽ. ഘട്ടം 2 ഡ്രില്ലിംഗ്. ഘട്ടം 3 കൗണ്ടർ സിങ്കിങ്ങും കൗണ്ടർ ബോറിങ്ങും. ഘട്ടം 4 പരിശോധനയും മൂല്യനിർണ്ണയവും. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി പഠിക്കാം. നമുക്ക് വർക്ക് പീസ് തയ്യാറാക്കാം. ആദ്യം സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ വലിപ്പം പരിശോധിക്കുക. ഭാഗം 1 ബെഞ്ച് വൈസിൽ പിടിപ്പിക്കുക. ഹാക്സോയിങ്ങിലൂടെ അധിക ലോഹം മുറിച്ച് നീക്കം ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം സൈസിലും ഷേപ്പിലും ഫയൽ ചെയ്യുക. അതുപോലെ ഭാഗം 2-ൽ മുകളിൽ പറഞ്ഞ പ്രക്രിയ ആവർത്തിച്ച് ജോബ് പൂർത്തിയാക്കുക. ഇപ്പോൾ നമുക്ക് ഭാഗം 3 ഉപയോഗിച്ച് പ്രവർത്തിക്കാം. ഡ്രോയിംഗ് അനുസരിച്ച് ഡയമെൻഷൻ ലൈനുകൾ അടയാളപ്പെടുത്തുകയും വിറ്റ്നസ് മാർക്കുകൾ പഞ്ച് ചെയ്യുകയും ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം സോയിങ്ങിലൂടെയും ഫയലിലൂടെയും സൈസിലും ഷേപ്പിലും കട്ട് ചെയ്ത് അധിക ലോഹം മാറ്റുക. സമാന്തരതയും ലംബതയും നിലനിർത്തിക്കൊണ്ട് 29 mm ഇൻറ്റു 29 mm ഇൻറ്റു 9 mm വലിപ്പമുള്ള ഭാഗം 3-ന്റെ മൊത്തത്തിലുള്ള വലിപ്പം ഫയൽ ചെയ്ത് പൂർത്തിയാക്കുക. അടുത്തതായി നമുക്ക് കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിംഗ് ഘട്ടത്തിലേക്ക് കടക്കാം. ഭാഗം 1, 2, 3 എന്നിവ യോജിപ്പിച്ച് സ്പ്ലിറ്റ് ഫിറ്റ് ആയി 3 കഷ്ണങ്ങൾ ഉണ്ടാക്കുക. അവസാനം വർക്ക് പീസുകൾ പരിശോധിച്ച് മൂല്യനിർണ്ണയം നടത്തുക. ജോബ് ചെയ്ത വസ്തുക്കളുടെ എല്ലാ പ്രതലങ്ങളും മൂലകളും മിനുസപ്പെടുത്തുക. ജോബിൻ്റെ ഡ്രോയിംഗ് അനുസരിച്ച് ദ്വാരകേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തിയ ഭാഗം 1, 2 എന്നിവയിൽ പഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ഡ്രില്ലിംഗ് ഘട്ടത്തിലേക്ക് നീങ്ങാം. ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ ജോബിനുള്ള വസ്തു ഉറപ്പിക്കുക. മാർക്ക് ചെയ്ത ഏരിയകളിൽ പൈലറ്റ് ഡ്രിൽ ഹോളുകൾ ഇടുക. പൈലറ്റ് ഡ്രില്ലിംഗ് കഴിഞ്ഞ് ഡ്രോയിംഗ് പ്രകാരം ഡയമീറ്റർ 6 mm ഡ്രിൽ ഉപയോഗിച്ച് ത്രൂ ഹോളുകൾ ഡ്രിൽ ചെയ്യുക. അതുപോലെ ഡ്രോയിംഗ് അനുസരിച്ച് ഡ്രിൽ ഡയാമീറ്റർ 9.8 mm മാറ്റി മുമ്പ് ഡ്രിൽ ചെയ്ത ഹോളുകൾ വലുതാക്കുക. ഡ്രില്ലിംഗ് മെഷീനിൽ കൗണ്ടർ സിങ്ക് ടൂൾ ഉറപ്പിച്ച് ആവശ്യമുള്ള ആഴത്തിൽ 2 ഹോളുകൾ കൗണ്ടർ സിങ്ക് ചെയ്യുക. അതുപോലെ ഡ്രില്ലിംഗ് മെഷീനിൽ കൗണ്ടർ ബോർ ടൂൾ ഉറപ്പിച്ച് ആവശ്യമുള്ള ആഴത്തിൽ ഹോളുകൾ കൗണ്ടർ ബോർ ചെയ്യുക. റെഞ്ചോടുകൂടിയ ഡയമീറ്റർ 10 mm ഹാൻഡ് റീമർ ഉപയോഗിച്ച് തുളച്ച ഹോളുകൾ ഡയമീറ്റർ 9.8 mm റീം ചെയ്യുക. ഇനി നമുക്ക് കൗണ്ടർ സിങ്കിൻ്റെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാം.
തുറന്ന ഹോളിൻ്റെ അറ്റം ചരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൗണ്ടർ സിങ്കിങ്. ഉപയോഗിക്കുന്ന ഉപകരണത്തെ കൗണ്ടർ സിങ്ക് എന്ന് വിളിക്കുന്നു. മെഷീൻ വൈസിൽ വർക്ക് പീസ് ഉറപ്പിച്ച് അത് ചതുരാകൃതിയിൽ സജ്ജമാക്കുക. കൗണ്ടർ സങ്ക് ചെയ്യേണ്ട തുളച്ച ഹോളിൽ മെഷീൻ സ്പിൻഡിൽ അലൈൻ ചെയ്യുക. അലൈൻമെൻറ്റിന് കുഴപ്പം വരാതെ മെഷീൻ സ്പിൻഡിലിൽ കൗണ്ടർ സിങ്ക് ടൂൾ ഉറപ്പിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ വേഗത ശരിയാക്കുക. കൗണ്ടർ സിങ്കിൻ്റെ കട്ടിംഗ് വേഗത ഡ്രില്ലിംഗ് വേഗതയുടെ 1/3 ആണ്. സ്ക്രൂ ഹെഡിൻ്റെ നീളത്തിന് തുല്യമായ ആഴത്തിൽ കൗണ്ടർ സിങ്ക് ദ്വാരം. അടുത്തതായി നമുക്ക് കൗണ്ടർ ബോറിൻ്റെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാം. കൗണ്ടർ ബോറിംഗ് എന്നത് ഒരു കൗണ്ടർ ബോർ ടൂളിൻ്റെ സഹായത്തോടെ നിലവിലുള്ള ഒരു ഹോളിൻ്റെ വ്യാസം ഒരു നിശ്ചിത ആഴത്തിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. സ്ക്രൂ അളവനുസരിച്ച് കൗണ്ടർ ബോർ ടൂൾ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് കൗണ്ടർ ബോറിൻ്റെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാം. മെഷീൻ സ്പിൻഡിലിൻ്റെ ആക്സിസിന് സ്ക്വയറായി വർക്ക് പീസ് മെഷീൻ വൈസിൽ ഉറപ്പിക്കുക. ശരിയായ വ്യാസമുള്ള ഡ്രില്ലുകൾ ഉപയോഗിച്ച് തുളച്ച ഹോളിൻ്റെ സ്ഥാനം തയ്യാറാക്കുക. ഡ്രിൽ ചെയ്ത ഹോൾ ഉപയോഗിച്ച് സ്പിൻഡിലിൻ്റെ അക്ഷം അലൈൻ ചെയ്യുക. നമുക്ക് കൃത്യമായ വർക്ക് ഒറ്റ ക്രമീകരണത്തിൽ ഡ്രില്ലും കൗണ്ടർ ബോറും ചെയ്യേണ്ടതുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിലിൽ കൗണ്ടർ ബോർ ടൂൾ കയറ്റി ഉറപ്പിക്കുക. അലൈൻമെൻറ്റിന് കുഴപ്പമുണ്ടാകാതെ ഡ്രില്ലിംഗ് മെഷീനിൻ്റെ സ്പിൻഡിൽ വേഗത ശരിയാക്കുക. സ്ക്രൂ ഹെഡിൻ്റെ കനത്തേക്കാൾ അല്പം കൂടുതൽ ആഴത്തിൽ ദ്വാരം കൗണ്ടർ ബോർ ചെയ്യുക. കൗണ്ടർ ബോർ ടൂളിൻ്റെ ഡെപ്ത് നിയന്ത്രിക്കുന്നതിന് ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കുക. വെർനിയർ കാലിപ്പറിൻ്റെ സഹായത്തോടെ കൗണ്ടർ ബോർ ദ്വാരത്തിൻ്റെ ആഴം പരിശോധിക്കുക. ഇനി നമുക്ക് ഹാൻഡ് റീമറുകൾ ഉപയോഗിച്ച് തുളച്ച ദ്വാരങ്ങളുടെ റീമിങ്ങിനെ കുറിച്ച് പഠിക്കാം. മുമ്പ് ഡ്രിൽ ചെയ്ത ദ്വാരങ്ങൾ കൃത്യമായ വലിപ്പത്തിൽ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് റീമർ. റീമിംഗ് ഉയർന്ന നിലവാരമുള്ള സർഫേസ് ഫിനിഷിങ്ങും ഡയമെൻഷനൽ ആക്യുറസിയും ഉണ്ടാക്കുന്നു. റീമേഴ്സിനെ ഹാൻഡ് റീമറുകൾ എന്നും മെഷീൻ റീമറുകൾ എന്നും വിഭജിച്ചിരിക്കുന്നു. ഹാൻഡ് റീമിംഗ് മാനുവലായി ചെയ്യുന്നതിന് മികച്ച വൈദഗ്ധ്യം ആവശ്യമാണ്. മെഷീൻ റീമറുകൾ മെഷീൻ ഉപകരണങ്ങളുടെ സ്പിൻഡിലുകളിൽ ഘടിപ്പിച്ച് റീമിങ്ങിനായി തിരിക്കുന്നു. റീമറിൻ്റെ വലിപ്പം നിർണ്ണയിക്കാൻ ഡ്രിൽ വലിപ്പം ഈസ് ഈക്വൽ ടു റീമർ വലിപ്പം മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. നമുക്ക് റീമിംഗ് ഘട്ടത്തോടെ ആരംഭിക്കാം. ബെഞ്ച് വൈസിൽ വർക്ക് ഉറപ്പിക്കുക. പൂർത്തിയായ പ്രതലങ്ങളെ സംരക്ഷിക്കാൻ വൈസ് ക്ലാമ്പുകൾ ഉപയോഗിക്കുക. ജോബ് സ്ഥാനത്താണെന്ന് ഉറപ്പാക്കുക. ചതുരാകൃതിയുടെ അറ്റത്ത് റഞ്ച് ഉറപ്പിച്ച് ഹോളിൽ ലംബമായി റീമർ സ്ഥാപിക്കുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് അലൈൻമെൻറ്റ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുക. ഘടികാര ദിശയിൽ റഞ്ച് തിരിക്കുന്ന സമയത്ത് താഴോട്ട് ഒരു ചെറിയ മർദ്ദവും പ്രയോഗിക്കുക. റഞ്ചിൻ്റെ രണ്ടറ്റത്തും തുല്യമായി മർദ്ദം ചെലുത്തുക. ഇടയ്ക്കിടെ കട്ടിംഗ് ഫ്ലൂയിഡ് പ്രയോഗിക്കുക. താഴോട്ടുള്ള മർദ്ദം നിലനിർത്തിക്കൊണ്ട് റഞ്ച് ക്രമമായും സാവധാനത്തിലും തിരിക്കുക. ത്രൂ ഹോൾ റീം ചെയ്യുക. റീമറിൻ്റെ ടേപ്പർ ലീഡ് നീളം നന്നായി വരുന്നുണ്ടെന്നും വർക്കിൻ്റെ അടിയിൽ നിന്നും വ്യക്തമാണെന്നും ഉറപ്പാക്കുക.
റീമർ ഹോളിൽ നിന്ന് വൃത്തിയാക്കുന്നതുവരെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് റീമർ നീക്കം ചെയ്യുക. ഇനി നമുക്ക് പരിശോധന ഘട്ടത്തിലേക്ക് കടക്കാം. ഹോൾ വൃത്തിയാക്കുക. നിലവാരമുള്ള സിലിണ്ടറിക്കൽ പിന്നുകൾ ഉപയോഗിച്ച് കൃത്യത പരിശോധിക്കുക. നമുക്ക് റീം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പഠിക്കാം. വിപരീത ദിശയിലേക്ക് തിരിക്കരുത്. അത് റീം ചെയ്ത ഹോളിൽ പോറൽ ഉണ്ടാക്കും. റീമറിന്റെ അറ്റം വൈസിന്മേൽ അടിക്കാൻ അനുവദിക്കരുത്. പുനരവലോകനത്തിന് നമ്മൾ പഠിച്ചത്: ഡ്രോയിങ് അനുസരിച്ച് രേഖകൾ അടയാളപ്പെടുത്താൻ, ഹോളുകൾ ഡ്രിൽ, കൗണ്ടർ സിങ്ക്, കൗണ്ടർ ബോർ ആൻഡ് റീമിംഗ് ചെയ്യാൻ, വലിപ്പവും രൂപവും പൂർത്തിയാക്കി സ്പ്ലിറ്റ് ഫിറ്റ് ആക്കുക. അങ്ങനെ ഇത്രയുമാണ് കൗണ്ടർ സിങ്ക്, കൗണ്ടർ ബോർ, റീം, സ്പ്ലിറ്റ് ഫിറ്റ്. എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.